അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യ ശരീരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നഖം. നഖത്തിൻ്റെ വിഷയത്തിൽ പൊതുവെ ആളുകൾക്ക് വ്യത്യസ്ത തരക്കാരാണ്. ചിലർ നഖം വെട്ടി ഒതുക്കാതെ നീട്ടി വളർത്തും. മറ്റു ചിലർ അത് എപ്പോഴെങ്കിലുമൊക്കെ വെട്ടുന്നവരായിരിക്കും. മറ്റു ചിലരാകട്ടെ നഖം കൃത്യമായി വെട്ടി പരിപാലിക്കും. ഈ വിഷയത്തിൽ ഇസ്ലാം കൃത്യവും വ്യക്തവുമായ മാർഗദർശനം നൽകുന്നുണ്ട്. മനുഷ്യരെല്ലാം വൃത്തിയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇസ്ലാം അതിനെ ഒരു നിർബന്ധ കർമ്മമായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തി ശുചിത്വം എല്ലാ അവസരങ്ങളിലും അഭികാമ്യമാണ്. നമ്മുടെ ആരോഗ്യവും നഖവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ശരീരത്തിൽ പ്രവേശിക്കുന്ന കീടാണുക്കളുടെ പ്രധാന വാഹകരാണ് നഖങ്ങൾ. അത് മുറിച്ച് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷികം തന്നെയാണ്. എന്തിനേറെ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളടക്കം സ്വീകരിക്കാൻ അത് വളരെ നിർബന്ധമായ ഘടകമാണെന്നും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ത്വക്കിനടിയിലെ വേര്, നഖത്തോട് ബന്ധിച്ചിട്ടുള്ള ഒരു അർദ്ധധാരാ പാളി, സ്വതന്ത്രമായ ഒരു അഗ്രം എന്നിവ അടങ്ങിയതാണ് നഖം. പുതിയ കോശങ്ങൾ രൂപം കൊള്ളുമ്പോൾ നഖപാളി മുമ്പോട്ട് നീക്കപ്പെടുകയും സ്വതന്ത്ര അഗ്രത്തിലെത്തുമ്പോൾ അവ മൃതിയാവുകയും വെളുത്ത നിറത്തിലാവുകയും ചെയ്യും. നമുക്കറിയാം, ഈ വിരലുകളുടെ നഖങ്ങൾ ആഴ്ചയിൽ വെട്ടൽ പ്രത്യേകം സുന്നത്തുണ്ട്. ശാസ്ത്രത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് ആഴ്ചയിൽ ഏകദേശം 0.05 mm കൈകളിലെ നഖങ്ങൾ വളരുന്നു എന്നാണ്. കാൽവിരലിലെ നഖങ്ങളെക്കാൾ 4 ഇരട്ടിയാണ് ഈ ഒരു അളവ്. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ കാണാം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖംസും മിനൽ ഫിത്രത്തി, 5 കാര്യങ്ങൾ ശുദ്ധ പ്രകൃതിയിൽപ്പെട്ടതാണ്. മുൻകഴിഞ്ഞ പ്രവാചകരുടെ മാതൃകയാണ് അൽ ഖിതാൻ, ചേലാകർമ്മം ചെയ്യുക എന്നുള്ളതും, വൽ ഇസ്തിഹ്ദാദ്, ഗുഹ്യഭാഗത്തിലെ രോമങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതും, വനത്ഫുൽ ലിബ്ത്, കക്ഷരോമങ്ങൾ പറിക്കുക എന്നുള്ളതും, വഖസ്സു ശാരിബ്, മീശ വെട്ടുക എന്നുള്ളതും, തഖലീമുൽ അദ്ഫാർ, നഖം വെട്ടുക എന്നുള്ളതും. അപ്പം നഖം മുറിക്കൽ അടക്കം ഈ 5 കാര്യങ്ങളും ശുദ്ധ പ്രകൃതിയിൽ പെട്ട കാര്യങ്ങളാണ്. അത് മുൻഗാമികളായ സ്വലഫു സ്വാലിഹീങ്ങളുടെ മാതൃകയാണ് എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവമാണത്. കയ്യിലെ നഖം വെട്ടുമ്പോൾ വലത് കൈയിനെയും കാലിലെ നഖം വെട്ടുമ്പോൾ വലത് കാലിനെയും മുന്തിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലതിനെ മുന്തിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ കാണാം, ഇൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയുഹിബ്ബു തയമ്മുന ഫീ തുഹൂരിഹി ഇദാ തതഹറ വഫീ തറജ്ജുലിഹി ഇദാ തറജ്ജൽ വഫി ഇന്തിആലിഹി ഇദാ തആല. അതായത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകർ, ശുദ്ധീകരണത്തിൽ അതുപോലെ മുടി ചീകുന്ന സന്ദർഭത്തിൽ അതുപോലെ ഇന്തിആലിഹി, ചെരുപ്പ് ധരിക്കുന്ന സന്ദർഭത്തിലൊക്കെ വലതിനെ മുന്തിക്കുന്നതാണ് മുത്തുനബിക്ക് ഇഷ്ടമുള്ളത്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നതുപോലെ വലതിനെ, ഇപ്പം നഖം വെട്ടുന്ന സമയത്തും വലതിനെ മുന്തിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു തൻ്റെ പ്രശസ്ത ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജ് 2ാം വാല്യം 476 പേജിൽ നഖം മുറിക്കേണ്ട രൂപം വ്യക്തമാക്കുന്നുണ്ട്. വലതിനെ മുന്തിക്കുക, അതാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ നിന്ന് നമ്മൾ ഗ്രഹിച്ചതാണ്. ആ വലത് കൈയിൽ നിന്ന് തുടങ്ങുമ്പോൾ ആദ്യമായി അസ്സബ്ബാബ
ചൂണ്ടുവിരലിൽ നിന്നാണ് തുടങ്ങേണ്ടത്. സുമ്മൽ ഉസ്ത, പിന്നെ നടുവിരൽ. സുമ്മൽ ബിൻസർ, പിന്നെ മോതിരവിരൽ. സുമ്മൽ ഖിൻസർ, പിന്നെ ചെറുവിരൽ. സുമ്മൽ ഇബ്ഹാം, പിന്നെയാണ് തള്ളവിരൽ. പിന്നീട് ഇടത് കൈയിൽ നിന്ന് തുടങ്ങുമ്പോൾ അൽ ബിദാഅത്തു ബി ഖിൻസിരിഹ, ഇടത് കൈയിൻ്റെ ചെറുവിരലിൽ നിന്ന് ആരംഭിക്കണം. ചെറുവിരൽ കഴിഞ്ഞാൽ സുമ്മ ബിൻസരിഹ, ആ ഇടത് കൈയിൻ്റെ മോതിരവിരലും. സുമ്മൽ വുസ്ത, പിന്നെ നടുവിരലും. സുമ്മ സബ്ബാബ, ചൂണ്ടുവിരലും. സുമ്മ ലിബ്ഹാം, പിന്നെയാണ് തള്ളവിരൽ. അർരിജ്ലു യുംന, വലത് കാലിൻ്റെ വലത് കാലാണ് പിന്നീട് മുന്തിക്കേണ്ടത്. അൽ ബിദാഅത്തു ബി ഖിൻസിരിഹ, വലത് കാലിൻ്റെ ചെറുവിരൽ മുതൽ. വഖിതാമൻ ബിൽ ഖിൻസിരിൽ യുസ്ര, അവസാനിപ്പിക്കേണ്ടത് ഇടത് കാലിൻ്റെ ചെറുവിരൽ വരെ. അപ്പോൾ വലത് കാലിൻ്റെ ചെറുവിരൽ മുതൽ ഇടത് കാലിൻ്റെ ചെറുവിരൽ വരെയാണ്. അങ്ങനെയാണ് നഖം മുറിക്കുന്നതിൻ്റെ രൂപമെന്ന് മഹാനവറുകൾ പറയുമ്പോൾ ആ ഒരു സുന്നത്തായ രൂപം അങ്ങനെ തന്നെയാണ്. പിന്നെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നഖം വെട്ടി കഴിഞ്ഞ ഉടനെ ആ നഖം വെട്ടിയ ഭാഗം പെട്ടെന്ന് തന്നെ കഴുകൽ സുന്നത്തുണ്ട്. കഴുകുന്നതിന് മുമ്പ് തന്നെ നാം ഈ നഖം കൊണ്ട് മറ്റു ഭാഗങ്ങൾ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പാണ്ട് രോഗം പിടിപെടാൻ കാരണമാകുമെന്ന് തുഹ്ഫയിലെ 476 പേജിൽ ഇതിൻ്റെ വിശദീകരണത്തിൽ തന്നെ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പിന്നെ നഖം വെട്ടിയ ശേഷം വിരലുകളുടെ തലകൾ കഴുകൽ പ്രത്യേകം സുന്നത്താണ് എന്നുകൂടെ ബാജൂരി 1-ാം വാള്യം 328 സൂചിപ്പിക്കുന്നു. പിന്നെ നഖം വെട്ടാൻ ഏറ്റവും അനുയോജ്യമായ ദിനങ്ങൾ വ്യാഴാഴ്ചയും വെള്ളി, തിങ്കൾ ദിവസങ്ങളിലെ പകലുമാണ്. വ്യാഴാഴ്ച അസറിന് ശേഷമാണ് ഏറ്റവും ഉത്തമമായ സമയം. പിന്നെ രാത്രി നഖം വെട്ടുന്നത് കൊണ്ട് അത് പ്രത്യേക കറാഹത്തൊന്നുമില്ല. അതെന്താണ്, ഒരു അപലക്ഷണവുമല്ല. അത് എന്താണ്, നഖം വെട്ടാവുന്നതാണ്, കുഴപ്പമില്ല. പിന്നെ നഖം വെട്ടിക്കഴിഞ്ഞാൽ ആ നഖം കളയുന്നൊരു സ്വഭാവം ഏറ്റവും നല്ലത് എന്താണ്, ആ നഖം വെട്ടിക്കഴിഞ്ഞാൽ ആ നഖം ശേഖരിച്ച് ഒരു കുഴി കുത്തി അതിൽ മൂടലാണ്. അതാണ് പ്രത്യേകമായ സുന്നത്ത്. പിന്നെ നഖം മുറിക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് വുളു ഉണ്ട് എങ്കിൽ നഖം വെട്ടിക്കഴിഞ്ഞാൽ അത് ആ വുളുവിനെ പുതുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് ബുശ്റൽ കരീം എന്ന ഗ്രന്ഥത്തിൽ കാണാം. നഖം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് കറാഹത്ത് വരാനുള്ള കാരണം, ഇപ്പൊ 2 കൈ 2 കാൽ ഇത് ജോഡികളാണ്. കൈയിലെ ജോഡിയിലെ ഒരു കൈയിലെ നഖം മാത്രം മുറിച്ച് മറ്റേ കൈ ശേഷിച്ച് നിർത്തിയാൽ അത് കറാഹത്താണ്. അതുപോലെ തന്നെ 2 കാലിലെ ഒരു കാലിലെ നഖം മാത്രം മുറിച്ച് മറ്റേ കാൽ ശേഷിച്ച് നിർത്തൽ കറാഹത്താണ്. മറിച്ച് 2 കൈയിലെ അല്ലെങ്കിൽ 2 കാലിലെ നഖം മുറിച്ച് 2 കൈയോ അല്ലെങ്കിൽ 2 കാലോ ശേഷിച്ച് നിർത്തിയാൽ അത് കറാഹത്തില്ല എന്നും ഷെർവാനി രേഖപ്പെടുത്തുന്നുണ്ട്. 2-ാം വാല്യം 475 കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നഖം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ മസാലകൾ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ, ഇതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് തആല നൽകി അനുഗ്രഹിക്കട്ടെ. നാം അറിയാതെ പോകുന്ന ഒരുപാട് സുന്നത്തുകൾ, അശ്രദ്ധ കാരണം കൊണ്ട് ഒരുപാട് സുന്നത്തുകൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഏതൊരു മേഖലയിലും പരിശുദ്ധ ഇസ്ലാം വളരെ വിശാലമാണല്ലോ. ആ ഇസ്ലാമിലെ ഏതൊരു മേഖലയിലും ഓരോ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ ഒരുപാട് സുന്നത്തുകൾ ഉണ്ട്. എന്നാൽ അതൊക്കെ ശ്രദ്ധയില്ലാതെ വിടുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സുന്നത്തുകളെ മുറുക്കെ പിടിക്കാനുള്ള ഇഖ്ലാസ് അള്ളാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മൻ തമസ്സക സുന്നത്തി ഇൻദ ഫസാദിൽ ഉമ്മത്തി ഫലഹു മിഅതു അജ്റു ഷഹീദ്. ആരെങ്കിലും എൻ്റെ സുന്നത്ത് മുറുക്കെ പിടിച്ചാൽ, ഏതവസരത്തിൽ ഉമ്മത്ത് ഫസാദാകുന്ന കാലഘട്ടത്തിൽ എൻ്റെ സുന്നത്ത് മുറുക്കെ പിടിക്കുന്നവൻ ആരോ
ഫലഹു മിഅത്തു അജ്റു ഷഹീദ്, അവർക്ക് 100 ഷഹീദിൻ്റെ പ്രതിഫലമെന്ന് കളവ് പറയാത്ത നാവിൻ്റെ ഉടമ ഷഫീഉൽ വറ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ ഹദീസിന് മുൻനിർത്തി ഓരോ സുന്നത്തിനെയും വളരെ പ്രാധാന്യം കൊണ്ട് കാണുകയും അതിനെ എടുക്കാനുള്ള തൗഫീഖും റബ്ബ് തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞു നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.